വാർത്തകൾ തുടരുന്നു. കുറ്റിച്ചിറ ഗവൺമെന്റ് LP സ്കൂളിൽ ശിശുദിനം ആഘോഷിച്ചു. പ്രത്യേക സ്കൂൾ അസംബ്ലിയുടെ ആഘോഷങ്ങൾ ആരംഭിച്ചു. ജാൻസി ശിശുദിന സന്ദേശം നൽകി. പ്രധാനാധ്യാപിക സ്മിത മാനുവേൽ, PTA പ്രസിഡന്റ് സുഗു പാപ്പാരി, PT അംഗം മെൻസി എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളുടെ രചനകൾ പൂമുട്ടുകൾ എന്ന പേരിൽ തയ്യാറാക്കിയ പതിപ്പ് പ്രകാശനം ചെയ്തു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, സമ്മാനദാനം, മധുരപലഹാര വിതരണം എന്നിവ നടന്നു. വന്ദനം. ഇന്ന് നവംബർ 14 ശിശുദിനം. എല്ലാവർക്കും ശിശുദിന ആശംസകൾ. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക. നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ തുടങ്ങട്ടെ. 1889 നവംബർ 14 നെഹ്റു ജനിച്ചത്. കുട്ടികളുടെ ഇഷ്ടചെങ്ങാതിയായിരുന്ന നെഹ്റു അവരുടെ ഭാവിക്കായി കരുതലോടെ പ്രവർത്തിച്ചു. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ എന്ന ഉറച്ച വിശ്വാസമുള്ള ആളായിരുന്നു. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭ്യമാകാൻ അദ്ദേഹം കരുതലോടെ പ്രവർത്തിച്ചു. നെഹ്റുവിന്റെ കാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇന്ന് നവംബർ 14 ശിശുദിനം. കുട്ടികളെ സ്നേഹിച്ച, കുട്ടികൾക്ക് വേണ്ടി സ്വപ്നം കണ്ട നമ്മുടെ പ്രിയങ്കരനായ നെഹ്റുവിന്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത്. നമസ്കാരം. ഇന്ന് നവംബർ 14 ശിശുദിനം. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായി ആചരിക്കുന്നത്. ഇന്ന് നവംബർ 14 ശിശുദിനം. എൻ്റെ Happy Children's Day. Happy Children's Day. We are the light in the darkness. We are the children.
My name is Anushka Janaki. Today is 14th November. We are celebrating children. At first, I wish you all a very happy Children's Day. It is the birth anniversary of our ചാച്ചാജിയുടെ ജന്മദിനം സ്നേഹിക്കാൻ. My name is Abhiyaran. Today is 14th November. We are celebrating Children's Day. And first, വിശേഷിക്കുന്നു. Today is 14th November. We are celebrating Children's Day. At first, I wish you all a very happy Children's Day. It is the birth anniversary of our first Prime Minister. വിയ്യാർപുരം തച്ചുടപ്പറമ്പ് 32-33 വാർഡുകളിലെ ജവഹർ, ചാച്ചാജി, പ്രിയദർശിനി, ഐശ്വര്യ അംഗനവാടികളുടെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷവും റാലിയും നടത്തി. വിയ്യാർപുരം കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നും ആരംഭിച്ച ശിശുദിന റാലി കൗൺസിലർ ഷിബു വാലപ്പൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു അധ്യക്ഷത വഹിച്ചു. അംഗനവാടി ടീച്ചർമാരായ സിന്ധു തിലകൻ, ജെസ്സി ബിജു, ആതിര വിജയൻ, കാർത്തിക സുനിൽ, ഹെൽപ്പർമാരായ ജയരാജൻ, ബിജി തങ്കച്ചൻ, മീനു കുട്ടപ്പൻ, ഉഷ മണി ശർമ്മ, ആശാവർക്കർമാരായ പ്രസീത സന്ദീപ്, റോൺസി ബിജു എന്നിവർ നേതൃത്വം നൽകി. ഒരുപാട് മേഖലകൾ ചരിത്രകാലങ്ങളിൽ സേനാനികൾ അല്ലെങ്കിൽ ഒരു ഭരണകർത്താവെന്ന നിലയിലൊക്കെ ഉന്നതമായ നിലവാരത്തിലെത്തുമ്പോഴും അദ്ദേഹം നമ്മുടെ നാട്ടിലെ കുട്ടികളെ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഭരണകർത്താവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമായിട്ട് ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്തു വരുന്നത്. ചാലക്കുടിയിൽ വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ ശിശുദിന റാലി നടന്നു. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഇവിടെ ഈ ശിശുദിന റാലി സംരക്ഷിക്കുന്നത്. മനോഹരമായിട്ട് എല്ലാ തൃശൂർ സെൻട്രൽ സഹോദയ ത്രോബോൾ ചാമ്പ്യൻഷിപ്പ് വെട്ടിക്കുഴി നോട്ടർഡാം സ്കൂളിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം മനുപോൾ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ ജൂലി അധ്യക്ഷയായി. മാനേജർ സിസ്റ്റർ മേഴ്സി, PTA പ്രസിഡന്റ് ദിലീപ് ദിവാകരെ, ജില്ലാ ത്രോബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ആകാശ് എന്നിവർ പ്രസംഗിച്ചു. 8 ടീമുകൾ പങ്കെടുത്ത ആൺകുട്ടികളുടെ മത്സരത്തിൽ ആതിഥേയരായ നോട്ടർഡാം സ്കൂൾ ജേതാക്കളായി. പെൺകുട്ടികളുടെ മത്സരത്തിൽ ചന്ദ്രപെന്നി SN വിദ്യാഭവൻ ജേതാക്കളായി. സമാപന സമ്മേളനം ദിലീപ് ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. ആംബുലൻസ് പദ്ധതിക്കായി 40 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. സർക്കാരിന്റെ മുൻഗണനാ പദ്ധതി എന്ന നിലയിൽ ചെലവ് നിയന്ത്രണ നിർദ്ദേശങ്ങളെല്ലാം ഒഴിവാക്കിയാണ് തുക അനുവദിച്ചത്. അപകടങ്ങളടക്കം അത്യാഹിതങ്ങളിൽ രോഗികൾക്കും ആശുപത്രികൾക്കും താങ്ങാവുന്നതാണ് 108 ആംബുലൻസ് പദ്ധതി.
അതേസമയം സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയായി 175 കോടി രൂപ അനുവദിച്ചു. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ താങ്ങുവില സഹായ കുടിശ്ശിക അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാനം അടിയന്തരമായി തുക ലഭ്യമാക്കിയത്. കേന്ദ്രത്തിന്റെ താങ്ങുവില സഹായത്തിൽ 900 കോടി രൂപ കുടിശ്ശികയാണ്. 2017 മുതലുള്ള കുടിശ്ശിക തുകയാണിത്. കേന്ദ്ര സർക്കാർ വിഹിതത്തിന് കാത്തുനിൽക്കാതെ നെല്ല് സംഭരിക്കുമ്പോൾ തന്നെ കർഷകർക്ക് വില നൽകുന്നതാണ് കേരളത്തിലെ രീതി. സംസ്ഥാന സബ്സിഡിയും ഉറപ്പാക്കി നെല്ലിന് ഏറ്റവും ഉയർന്ന തുക ലഭ്യമാക്കുന്നതും കേരളത്തിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ താങ്ങുവില നൽകുമ്പോൾ മാത്രമാണ് കർഷകന് നെൽവില ലഭിക്കുന്നത്. കേരളത്തിൽ PRS വായ്പാ പദ്ധതിയിൽ കർഷകന് നെൽവില ബാങ്കിൽ നിന്ന് ലഭിക്കും. പലിശയും മുതലും ചേർത്തുള്ള വായ്പാ തിരിച്ചടവ് സംസ്ഥാന സർക്കാർ നിർവഹിക്കും. കർഷകന് നൽകുന്ന ഉൽപാദന ബോണസിന്റെയും വായ്പാ പലിശയുടെയും ബാധ്യത സംസ്ഥാന സർക്കാരാണ് തീർക്കുന്നത്. ഇതിലൂടെ നെല്ല് ഏറ്റെടുത്താൽ ഉടൻ കർഷകന് വില ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നു. വായ്പാ ബാധ്യത കർഷകന് ഏറ്റെടുക്കേണ്ടി വരുന്നതുമില്ല. കേരളത്തിൽ മാത്രമാണ് നെൽ കർഷകർക്കായി ഇത്തരമൊരു പദ്ധതി നിലവിലുള്ളതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇടിവ് തുടരുന്നു. പവന് 880 രൂപയാണ് കുറഞ്ഞത്. ഒരു പവൻ സ്വർണത്തിന്റെ വില 55,480 രൂപയായി താഴ്ന്ന് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലെത്തി. ഗ്രാമിന് 110 രൂപയാണ് കുറഞ്ഞത്. 6,935 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. കഴിഞ്ഞ ദിവസം പവന് 1,080 രൂപയാണ് കുറഞ്ഞത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 59,080 രൂപയായിരുന്നു സ്വർണ്ണവില. ഒരു ഘട്ടത്തിൽ സ്വർണ്ണവില 60,000 കടന്നും കുതിക്കുമെന്ന് തോന്നിപ്പിച്ചിരുന്നു. എന്നാൽ 7-ന് 57,600 രൂപയായി താഴ്ന്ന ശേഷം ഒരു തവണ തിരിച്ചുകയറിയ സ്വർണ്ണവില പിന്നീട് ഇടിയുന്നതാണ് കണ്ടത്. അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന് പിന്നാലെയാണ് സ്വർണ്ണവില ഇടിയാൻ തുടങ്ങിയത്. മണ്ഡലകാല തീർത്ഥാടനത്തിനായി ശബരിമല ക്ഷേത്രനട വെള്ളിയാഴ്ച തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രിമാരായ കണ്ഠരര് രാജീവര്, കണ്ഠരര് ബ്രഹ്മദത്തൻ എന്നിവരുടെ നേതൃത്വത്തിൽ നിലവിലെ മേൽശാന്തി PN മഹേഷാണ് നട തുറക്കുന്നത്. തുടർന്ന് മാളികപ്പുറം ക്ഷേത്രം തുറക്കാനായി അവിടുത്തെ മേൽശാന്തി PM മുരളിക്ക് താക്കോലും ഭസ്മവും നൽകിയ ശേഷം 18-ാം പടി ഇറങ്ങി തെളിക്കും. അതിനുശേഷം ഭക്തർക്കായി 18-ാം പടിയുടെ വാതിൽ തുറക്കും. ശബരിമലയിലെയും മാളികപ്പുറത്തെയും നിയുക്ത മേൽശാന്തിമാർ ആദ്യം പടികയറും. വെള്ളിയാഴ്ച ഭക്തർക്ക് ദർശനവും പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണവും മാത്രമേയുള്ളൂ. പൂജകളില്ല. ശബരിമല പുതിയ മേൽശാന്തി S അരുൺകുമാർ നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തി വാസുദേവ നമ്പൂതിരിയുടെയും സ്ഥാനാരോഹണം വൈകിട്ട് 6 മണിക്കാണ്. തന്ത്രിമാരുടെ കാർമ്മികത്വത്തിൽ കലശം പൂജിച്ച് അഭിഷേകം ചെയ്യും. പിന്നീട് കൈപിടിച്ച് ശ്രീകോവിലിൽ കൊണ്ടുപോയി മൂലമന്ത്രം ചൊല്ലിക്കൊടുക്കും. ആദ്യം ശബരിമല ക്ഷേത്രത്തിലെയും പിന്നീട് മാളികപ്പുറത്തെയും മേൽശാന്തിമാരുടെ അഭിഷേകമാണ് നടക്കുന്നത്. കൊല്ലം ശക്തികുളങ്ങര കന്നിമേൽച്ചേരി തോട്ടത്തിൽ മഠം നാരണീയത്തിൽ തോട്ടത്തിൽ മഠം നാരായണീയത്തിൽ S അരുൺകുമാർ നമ്പൂതിരി, കോഴിക്കോട് ഒളവണ്ണ തിരുമംഗലത്ത് ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരി എന്നിവർ പുറപ്പെടാ ശാന്തിമാരായാണ് റിപ്പീറ്റ്. കൊല്ലം ശക്തികുളങ്ങര കന്നിമേൽച്ചേരി തോട്ടത്തിൽ മഠം നാരായണീയത്തിൽ S അരുൺകുമാർ നമ്പൂതിരി, കോഴിക്കോട് ഒളവണ്ണ തിരുമംഗലത്ത് ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരി എന്നിവർ പുറപ്പെടാ ശാന്തിമാരായാണ് മല കയറുന്നത്. സംസ്ഥാനത്തെ അടുത്ത 4 ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ കണക്കിലെടുത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. വെള്ളിയാഴ്ച കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ശനിയാഴ്ച എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ഞായറാഴ്ച കോഴിക്കോട് ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്ക് തമിഴ്നാട്, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്ക് തമിഴ്നാടിന് സമീപം ചക്രവാത ചുഴിയായി ദുർബലമായി. തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിലായി കേരള തീരത്തിന് സമീപം ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യത. പടിഞ്ഞാറി ചാലക്കുടി മാനം കണ്ണെഴുത്തുമണി നിര്യാതനായി. 61 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിറങ്ങരയിൽ മിനി മാസ്റ്റർ വിളക്ക് സ്ഥാപിക്കുന്നതിൽ LDF നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി എടുത്ത
നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. അങ്കമാലിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം വേണമെന്ന് ബസ് ഉടമകൾ. ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കലിൽ ഔഷധ ഉദ്യോഗമേള സംഘടിപ്പിച്ചു. മണ്ഡലകാല തീർത്ഥാടനത്തിനായി ശബരിമല ക്ഷേത്രനട വെള്ളിയാഴ്ച തുറക്കും.